ഹരേ കൃഷ്ണ. ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കണ്ണാടിയുടെ മുന്നിൽ നിന്നും സ്വയം അലങ്കരിക്കുകയായിരുന്നു. ശിരസിൽ പലതരത്തിലുള്ള കിരീടങ്ങൾ മാറി മാറി അണിഞ്ഞു നോക്കി. മനോഹരങ്ങളായ ആഭരണങ്ങൾ ധരിച്ചു നോക്കി. പുറത്ത് തേരുമായി അദ്ദേഹത്തിന്റെ തേരാളി കുറെ നേരമായി കാത്തു. സാധാരണ കൃഷ്ണൻ വേഗം വരാം. ഇന്ന് എന്ത് പറ്റി എന്ന് തേരാളി വിചാരിച്ചു. കൗതുകം സഹിക്കാൻ വയ്യാതെ എന്ത് പറ്റി എന്ന് അന്വേഷിക്കാൻ അകത്തേക്കും. കൃഷ്ണനല്ലേ, വരവും പോക്കും എപ്പോൾ വേണമെങ്കിൽ മാറും. തേരാളി അകത്ത് നോക്കിയപ്പോൾ കൃഷ്ണൻ കണ്ണാടി നോക്കി സ്വന്തം രൂപം ആസ്വദിക്കുന്ന കാഴ്ചകൾ കണ്ടു. അയാൾ ഭവ്യതയോട് ചോദിച്ചു, ഭഗവാനെ, അങ്ങ് എന്തിനാണ് ഇന്ന് ഇത്രയ്ക്കധികം വേഷമണിയുന്നത്? എവിടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്? ദുര്യോധനനെ കാണാനാണ് ഞാൻ പോകുന്നത്. കൃഷ്ണൻ പറഞ്ഞു. ദുര്യോധനനെ കാണാനാണോ അങ്ങ് ഇത്രയ്ക്കധികം അണിഞ്ഞൊരുങ്ങുന്നത്? തേരാളി അത്ഭുതപ്പെട്ടു. ദുര്യോധനനെ എന്റെ ഉള്ളിലേക്ക് നോക്കാൻ കഴിയുന്നില്ല. എന്റെ പുറമേയുള്ള സൗന്ദര്യമേ ആസ്വദിക്കാൻ കഴിയും. അതുകൊണ്ട് എന്റെ വേഷഭൂഷാദികളിൽ മാത്രമാണ് അയാൾ മയങ്ങുന്നത്. അങ്ങ് ദുര്യോധനന്റെ അടുത്തേക്ക് പോവുകയാണെന്നോ? തേരാളി വീണ്ടും പരിഭ്രാന്തിയോടെ ചോദിച്ചു. അങ്ങ് പോകരുത്. അയാൾ അങ്ങയുടെ അടുത്തേക്കാണ് വരേണ്ടത്. അങ്ങയുടെ പദവിയും അയാളുടെ പദവിയും നോക്കൂ. അങ്ങ് ലോകത്തിന്റെ നാഥനാണ്. അയാൾ ഇങ്ങോട്ട് വരട്ടെ. ഭഗവാൻ ഒന്ന് തിരിഞ്ഞ് തേരാളിയെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. അന്ധകാരം ഒരിക്കലും പ്രകാശത്തിന്റെ ഉള്ളിലേക്ക് വരില്ല. പകരം പ്രകാശമാണ് അന്ധകാരത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്. ഈ ചെറിയ വാക്കുകൾ തേരാളിയെ നിശബ്ദനാക്കി. സമാധാന ശ്രമങ്ങൾക്കായി ഭഗവാന് 3 പ്രാവശ്യം കൗരവ സന്നിധിയിലേക്ക് പോയിരുന്നു. പക്ഷേ അദ്ദേഹം അതിൽ പൂർണ്ണമായും പരാജയപ്പെടുകയുണ്ടായി. ഒരു വശത്ത് ഭഗവാൻ വിജയത്തിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാകുമ്പോൾ മറുവശത്ത് പരാജയവും സംഭവിക്കുന്നു. എന്നാൽ ശ്രീകൃഷ്ണന് വിജയവും പരാജയവും ഒരുപോലെയാണ്. ഈ 2 അവസ്ഥകളും ഭഗവാന്റെ മനസ്സിനെ ബാധിക്കുന്നതേയില്ല. ഭഗവാൻ തന്റെ ജീവിതത്തിലൂടെ മനുഷ്യർക്ക് അനേകം ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ഇതാണ്: പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം സ്വജീവിതം നയിക്കുക. നിരാശ, വിഷാദം, കുണ്ഠിതം തുടങ്ങിയ നിഷേധാത്മക ഭാവങ്ങൾക്ക് അടിമപ്പെട്ട് തളർന്നു പോകാതിരിക്കുക. മറിച്ച് ഉത്സാഹം, ഉന്മേഷം, ഉല്ലാസം തുടങ്ങിയവയെ ജീവിത ദർശനങ്ങളാണ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ.